ഈ മാസം നമുക്ക് ഗംഭീര ഓഫറുകളാണ് വന്നിരിക്കുന്നത്. നോർമലി നമുക്ക് ഫെസ്റ്റിവൽ സീസണിലായിരിക്കും കൂടുതൽ ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യാറ്. ഇപ്പം നല്ല എല്ലാ മോഡൽസിനും നന്നായിട്ട് നമുക്ക് ഓഫർ വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പം ഏറ്റവും കൂടുതൽ ഹോട്ട് കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹൈ എൻക്വയറി വരുന്ന ഒരു മോഡലാണ് സിറോസ് അല്ലേ? ഇതാണ് ബാക്ക് സീറ്റ്. ഒരു നോർമൽ സീറ്റിംഗ് പൊസിഷൻ ഇങ്ങനെയാണ്. നമുക്കിത് താഴെ മാനുവലി നമുക്ക് സ്ലൈഡ് ചെയ്ത് സ്ലൈഡിങ് ഓപ്ഷൻ ഉണ്ട്. അത് കൂടാതെ നമുക്കിത് റീക്ലൈനിങ് ചെയ്യാം. നമ്മുടെ ബൂട്ട് സ്പേസിൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരു സീറ്റ് നമ്മൾ ഏറ്റവും മുകളിലേക്ക് ഇട്ടേക്കുക അല്ലേ? ഫ്രണ്ടിലേക്ക് ഒന്ന് കയറി ഇരിക്കുമ്പോൾ ഒരു പ്രീമിയം വാഹനത്തിൽ ഈ ഒരു പർട്ടിക്കുലർ വെഹിക്കിൾസിന് 70,000 മുകളിലേക്ക് ഓഫറുണ്ട്. സെലക്ടഡ് മോഡൽസിന് നമുക്ക് പെട്രോൾ ഉണ്ട്, ഡീസലും ഉണ്ട്, ഓട്ടോമാറ്റിക്. എനിക്ക് തോന്നുന്നു കോമ്പാക്ട് SUV-ൽ ഒരു ഡീസൽ വാഹനം വേറെ വണ്ടി കാണിച്ചു തരാം. ഭാരത് ക്യാപ്പിൽ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പം 5 സ്റ്റാർ റേറ്റിംഗോട് കൂടി 6 എയർ ബാഗ് ഒക്കെ ആണല്ലേ? 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. മന്ത്ലി ഒരു 15,000 രൂപ ശരാശരി വരുന്ന രീതിയിൽ EMI സ്കീമുകൾ അവൈലബിൾ ആണ്. 15,000 താഴെ EMI വരുന്ന രീതിയിലാണ് സ്കീം അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴ ഇഞ്ചിയോം കിയയിലാണ് കേട്ടോ. അതിവിശാലമായ ഒരു വലിയ ഷോറൂം. അപ്പം ഇന്ന് ഈ മാസം എന്തൊക്കെ ഓഫറാണ് ഇവിടെ കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് അകത്ത് അനീഷേട്ടനുണ്ട്, പോയി ചോദിച്ചിട്ട് വരാം. ഹായ് അനീഷേട്ടാ. ഹലോ, ഗുഡ് മോർണിംഗ് ജോമി. സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ മാസം ഇഞ്ചിയോം കിയയുടെ ഭാഗത്തു നിന്നുള്ള ഓഫർ കാര്യങ്ങൾ? ഈ മാസം നമുക്ക് ഗംഭീര ഓഫറുകളാണ് വന്നിരിക്കുന്നത്. നോർമലി നമുക്ക് ഫെസ്റ്റിവൽ സീസണിലായിരിക്കും കൂടുതൽ ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യാറ്. ഇപ്പം നല്ല എല്ലാ മോഡൽസിനും നന്നായിട്ട് നമുക്ക് ഓഫർ വന്നിട്ടുണ്ട് അല്ലേ? ഇത് സെൽറ്റോസിന്റെ ബ്ലാക്ക്, റെഡ്, വൈറ്റ് എത്ര വണ്ടിയാണ് കിടക്കണേ അല്ലേ? സെൽറ്റോസിന് നമുക്ക് 70,000 വരെയും, സോണറ്റിന് നമുക്ക് 30,000 വരെയും, കാരൻസിന് 53,000 വരെയും നമുക്കിപ്പോൾ ഓഫറുകളുണ്ട്. അത്ര ഓഫറുകളൊക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഓഫറുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് കൂടുതലും താങ്കൾ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അതെ. ഓക്കെ. അപ്പം ഈ ഒരു പർട്ടിക്കുലർ വെഹിക്കിൾസിന് 70,000 മുകളിലേക്ക് ഓഫറുണ്ട്. സെലക്ടഡ് മോഡൽസിന് നമുക്ക് കൂടുതൽ ഓഫർ പ്രൊവൈഡ് ചെയ്യാനും പറ്റും. സെലക്ടഡ് മോഡൽസിന് കൂടുതലും ഉണ്ട് അല്ലേ? കൂടുതലുണ്ട്. സോണറ്റ് കിടക്കുന്നു. സോണറ്റ് ഒക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ഉള്ള ഒരു വണ്ടി, നല്ല മൂവ്മെന്റ് ഉള്ള മോഡലാണ്. മുമ്പത്തേക്കാളും കൂടുതൽ ഓഫറുകൾ വന്നിട്ടുണ്ട്, കോർപ്പറേറ്റ് ഡിസ്കൗണ്ടുകൾ വന്നിട്ടുണ്ട്. അപ്പം ഇതെത്ര വന്നെ ഇപ്പം നിലവിൽ? ഇത് നമുക്ക് 947 ഓൺ റോഡ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ. മോഡൽസ് പെട്രോൾ മാനുവൽ. ഓക്കെ. അപ്പോൾ ഓഫർ വരുമ്പോൾ നമുക്ക് ഓരോ വേരിയൻസിനും ഡിപ്പെൻഡ് ചെയ്ത് ഓഫറുകൾ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പെട്രോളിലും ഡീസലിലും ഉണ്ടല്ലോ അല്ലേ? പെട്രോളുണ്ട്, ഡീസലും ഉണ്ട്, ഓട്ടോമാറ്റിക്. എനിക്ക് തോന്നുന്നത് കോമ്പാക്ട് SUV-ൽ ഒരു ഡീസൽ വാഹനം വേറെ വണ്ടി കാണിച്ചു തരാം. നമുക്ക് കുറച്ച് വാഹനങ്ങളെ നമുക്ക് നിലവിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഡീസൽ വാഹനങ്ങൾ അവൈലബിൾ ഉള്ളൂ അല്ലേ? ഡീസലിൻ്റെ ഓട്ടോമാറ്റിക് വേർഷനും ഉണ്ട്. ഓക്കെ. സെൽറ്റോസിൽ വരുന്ന 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് ഇതിലും വരുന്നത്. സെയിം എഞ്ചിനാണ് തന്നെയാണ് വരുന്നത്. അപ്പോൾ വ്യത്യാസം പവറിലൊന്നും ടോർക്കിലൊന്നും വ്യത്യാസം വരുന്നില്ല. ഓക്കെ. എനിക്ക് തോന്നുന്നുണ്ട് ഇന്ന് ഇപ്പം ഏറ്റവും കൂടുതൽ ഹോട്ട് കേക്ക് എന്ന് പറയുന്നത് ഒരു ഹൈ എൻക്വയറി വരുന്ന ഒരു മോഡലാണ് സിറോസ് അല്ലേ? അതും ഏറ്റവും പ്രീമിയം കളറായിട്ടുള്ള റെഡ് കളർ തന്നെ കിടക്കുന്നു. എന്താണ് സിറോസിനെ കുറിച്ച് പറയുവാണെങ്കിൽ? സിറോസിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ ഇന്റീരിയറിലെ സ്പേസ് ആണ്. കൂടാതെ ബാക്ക് സീറ്റ് നമുക്ക് റീക്ലൈനിങ്ങും സ്ലൈഡിങ്ങും വരുന്നുണ്ട്. സ്ലൈഡിങ് വരുന്നുണ്ട്. കൂടാതെ ഹൈ എൻഡിൽ ഫുഡ് സ്പേസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാനും പറ്റും. സ്ലൈഡിങ് ഉള്ളതുകൊണ്ട് പല വീഡിയോസിലും അത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം. ജസ്റ്റ് ഓക്കെ. അപ്പം ഇത് കയറി കഴിയുമ്പോൾ ഇതാണ് ബാക്ക് സീറ്റ്. ഒരു നോർമൽ സീറ്റിംഗ് പൊസിഷൻ ഇങ്ങനെയാണ്. നമുക്കിത് താഴെ മാനുവലി നമുക്ക് സ്ലൈഡ് ചെയ്ത് സ്ലൈഡിങ് ഓപ്ഷൻ ഉണ്ട്. അത് കൂടാതെ നമുക്കിത് റീക്ലൈനിങ് ചെയ്യാം. റീക്ലൈൻ ചെയ്യാം. ഞാൻ നല്ല ഇത് പൊളിയാണല്ലോ. നല്ല സ്പേസ് അല്ലേ? നല്ല സ്പേസ്, ഹെഡ് റൂം കൊള്ളാട്ടോ. ഇത് സൺറൂഫാണ്, പാനോറമിക് സൺറൂഫാണ് അല്ലേ? സൺറൂഫാണ് വരുന്നത്. ഓക്കെ. ഇത് കൊള്ളാലോ. റിയർ AC വെന്റ്സ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹൈ എൻഡ് വേർഷനിൽ ബാക്ക് സീറ്റിന്റെ കുഷനിൽ AC വെന്റിലേഷൻ കൂടെ അവൈലബിൾ ആണ്. കുഷനിൽ ഹൈ എൻഡ് വേരിയന്റ് മാത്രം അല്ലേ? ഓക്കെ. ഇതെന്തായാലും ഇത്രയും അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ സെയിം ഇതിൽ നമുക്ക്
ബൂട്ട് സ്പേസ് കുറയല്ലേ ഇപ്പം? ബൂട്ട് സ്പേസ് നമുക്ക് 325 ലിറ്റർ മുതൽ 465 ലിറ്റർ വരെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അഡ്ജസ്റ്റബിൾ ആണ്. അങ്ങനെയാണ്, അതൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ ഏറ്റവും ബാക്കിലാണല്ലോ അല്ലേ കിടക്കണേ? ഈ പൊസിഷനിൽ നമുക്ക് ബാക്കിൽ ബൂട്ട് സ്പേസ് എത്ര കിട്ടും നോക്കാം. കിട്ടാം. ഓക്കെ, നമ്മുടെ ബൂട്ട് സ്പേസിൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരു സീറ്റ് നമ്മൾ ഏറ്റവും മുകളിലേക്ക് ഇട്ടേക്കുക അല്ലേ? ഇതൊന്ന് നമുക്ക് റിമൂവ് ചെയ്താൽ അപ്പം മാക്സിമം ഇട്ടേക്കുക ഇത്. ഓക്കെ, ഇതാ നമ്മൾ തന്നെയാണല്ലോ ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആളും. ഇത് ഏറ്റവും പുറകിലേക്ക് ഇട്ടേക്കുക. അപ്പം നല്ല സ്പേസ് ഉണ്ടല്ലേ? 325 മുതൽ അല്ലേ? 325 മുതൽ 465 വരെയാണ് എൻ്റെ ബൂട്ട് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്. അത്ര ഇത് നല്ല സ്പേസ് ആട്ടോ, ഹെവി. അവിടെ ഫ്രണ്ടിലേക്ക് അത്ര ഇട്ടേക്കുന്നു. വേറെ ഒന്നും പറയാനില്ല. ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ ഗംഭീരം അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ അതെ ഫ്രണ്ടിലേക്കൊന്ന് കയറിയിരിക്കുമ്പം ഒരു പ്രീമിയം വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ ആ സംഭവങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒറ്റ ടച്ചിൽ തന്നെ. എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ലെതർ അപ്പോൾസറി വരുന്നുണ്ട്. ഫുൾ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് ഫ്രണ്ട് സീറ്റ് വരുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ പനോരമിക് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ക്ലസ്റ്ററും കൂടെ ഒരുമിച്ച് വരുന്ന സെഗ്മെന്റ് ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ. പിന്നെ നമുക്ക് ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീൽസ് ആണ് വരുന്നത്. ഓക്കെ, ഫ്രണ്ട് വ്യൂ ഒക്കെ നന്നായിട്ട് നമുക്ക് ബോണറ്റ് കണ്ട് ഡ്രൈവ് ചെയ്യാം. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒക്കെ വളരെ വെയിലത്തൊക്കെ കിടക്കുമ്പോൾ റിയാക്ഷൻസ് വളരെ കുറവായിരിക്കും. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു മേക്കിംഗ് വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പം ഇത് കൊള്ളാട്ടോ എന്തായാലും. ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയായിരിക്കും ഇതിന്റെ ഒരു വില ജോമി പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇത് ഞാൻ സിറോസിന്റെ റിവ്യൂ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ലായിരുന്നു, ഉള്ളാരും പറയാലോ. അതുകൊണ്ട് തന്നെ എനിക്ക് വില കറക്റ്റായിട്ടൊന്നും അറിയാൻ. എന്നാലും ഒരു 12 രൂപ മുകളിൽ 12 രൂപ 13 രൂപ ആ ഒരു റേറ്റിൽ കാണാനാണ് സാധ്യത സ്റ്റാർട്ടിങ് ആയിട്ട് തുടങ്ങുമ്പോഴത്തേക്കും എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് വില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. അനീഷേട്ടാ, നമുക്ക് വില പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു റേറ്റിംഗ്, അതായത് ഈ ഇടയ്ക്കെങ്ങാണ്ടാണ് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത് അല്ലേ? ഭാരത് ക്യാമ്പിൽ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം 5 സ്റ്റാർ റേറ്റിംഗോട് കൂടി 6 എയർ ബാഗ് ഒക്കെ ആണല്ലേ? 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. പിന്നെ ബ്രേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ABS EBD, ബ്രേക്ക് അസിസ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് എല്ലാം വരുന്നുണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പ്രൈസുമായിട്ട് എവിടെയെങ്കിലും ആവുന്നുണ്ടോ റേറ്റ്? അതിലും താഴെ നമുക്ക് ഓൺ റോഡ് വരുന്നുള്ളൂ. അതിലും താഴെ വരുന്നുള്ളൂ ഈ വണ്ടിക്ക്. അപ്പോൾ എത്രയാണ്? അങ്ങനെയാണ് നമുക്കിതൊരു 11 മുതൽ സിറോസിന്റെ മോഡൽസ് സ്റ്റാർട്ടിംഗ് ആണ് ഓൺ റോഡ്. അതായത് 11,10,000 രൂപയ്ക്ക് ഒരു വണ്ടി ഓൺ റോഡ് ഇറക്കി കൊണ്ടുപോകാം. സിറോസ് ഒരു കോമ്പാക്ട് SUV. അതെ, അത് കൊള്ളാലോ. അപ്പം ചേട്ടാ, ഒരു ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര വേണ്ടി വരും? ഒരു 1,11,000 നമുക്ക് ഡൗൺ പേയ്മെന്റ് വേണ്ടി വരുള്ളൂ. 1,10,000 രൂപ. മന്ത്ലി ഒരു 15,000 രൂപ ശരാശരി വരുന്ന രീതിയിൽ EMIസും സ്കീമുകൾ അവൈലബിൾ ആണ്. 15,000 താഴെ EMI വരുന്ന രീതിയിലാണ് സ്കീം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് എത്ര വർഷമാണ്? 5 ഇയർ ഉണ്ട്, 6 ഇയർ ഉണ്ട്, 7 ഇയർ അപ് ടു 8 ഇയർ വരെ. 8 വർഷം വരെ ഉണ്ട്. പ്രൊഫൈൽസ് 8 വർഷം വരെ കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പം കൊള്ളാലോ. ഒരു പാൻഡമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉള്ളത്. പിന്നെ ഇതിന് ഓരോ വേരിയന്റിനനുസരിച്ച് പ്രൈസ് മാറുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 8 വർഷമൊക്കെ എനിക്ക് തോന്നിയിട്ട് സിബിൽ സ്കോറും ഒക്കെ നോക്കിയിട്ടല്ലേ ബേസ് ചെയ്ത് നമുക്ക് 8 ഇയർ വരെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ, EV6 EV9 ഒക്കെ ലോഞ്ച് ആയിട്ടുണ്ട്. EV6 EV9 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ EV9 അവൈലബിൾ അല്ല, നമ്മുടെ നെട്ടൂർ ഷോറൂമില്ല. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു ലോഞ്ചിന്. പൊളി വണ്ടി കേട്ടോ, എന്ത് പറഞ്ഞാലും. അത് ഗംഭീര ഇലക്ട്രിക് വാഹനം, ഇത്രയും ലക്ഷറി വാഹനം വേറെ എനിക്ക് തോന്നുന്നില്ല വേറെ ഒന്നുമില്ല. എന്തായാലും വാഹനങ്ങൾ ആവശ്യമുണ്ടോ? മൂവാറ്റുപുഴ വാളകത്തേക്ക് പോലെ കിടുക്കാച്ച് ഇവിടെ സർവീസ് സ്റ്റേഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണല്ലേ? നമുക്ക് 3 years ഫെസിലിറ്റി ആണുള്ളത്. സെയിൽസ്, സർവീസ്, ബോഡി വർക്ക്സ് എല്ലാം ഇവിടെ ഉണ്ട് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേഗം പോലെ മൂവാറ്റുപുഴ ഈ ഒരു ചുറ്റളവിൽ ഒരു 25-30 കിലോമീറ്ററിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് മൂവാറ്റുപുഴ വാളകത്തുള്ള ഈ കിയ. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.